നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വതന്ത്രയായി ജീവിക്കുന്ന പെണ്ണിനാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടി വരുന്നത്. ഭർത്താവ് മരിച്ചവൾക്കോ ഭർത്താവിനെ ഉപേക്ഷിച്ചവൾക്കോ അതുമല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയവൾക്കോ വിവാഹം തന്നെ വേണ്ടാന്ന് വെച്ചവളോ ആകാം. അവരെങ്ങോട്ട് പോയാലും സംശയം പിന്നാലെ ചെല്ലും. അവൾ എങ്ങോട്ട് പോയി, എന്തിനു പോയി, ഇപ്പോൾ അവൾക്കതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു 100 സംശയം പിന്നാലെ വരും. കുടുംബക്കാരും പരിചയക്കാരും മാത്രമല്ല, അപരിചിതർ വരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി നൽകേണ്ടി വരും. വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്വതന്ത്രയായി കഴിയുമ്പോഴാണ് അവളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. അവൾക്ക് പറന്നു നടക്കാമെന്ന് പറയുന്ന സമൂഹം തന്നെയാണ് അവളുടെ ചിറകുകൾ മുറിച്ചു കളയുന്നതും. ഇഷ്ടായോ നിനക്ക്? എനിക്കിഷ്ടായി ഒരുപാട്. അല്ലമ്മേ, ശാരികേച്ചിക്കൊന്നും വാങ്ങില്ലേ? ഈ വീട്ടിലും ഹോട്ടലിലും ആയിട്ടിരിക്കുന്ന അവക്കെന്തിനാ ഇപ്പൊ പുതിയത്? പുക കൊള്ളിക്കാൻ വേണ്ടിയോ? ദേ, ഇതെന്റെ ഡ്രസ്സുകളാ. വൈകിട്ടത്തേക്ക് ഇതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വയ്ക്ക്. അത്രയെങ്കിലും ഒരു സഹായം ചെയ്യും. കെട്ടിച്ചു വിട്ട ആ പെൺമക്കൾ ഇങ്ങനെ അമ്മമാർക്കൊരു ഭാരമായിട്ട് നടക്കരുത്. ഇതിന് ഭേദം പോയി ചത്തൂടെ? അപ്പോ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഈ വിവാഹം. ഒരു പരിധി വരെ. പക്ഷേ പുരുഷന്റെ നിഴലായിരിക്കാൻ എനിക്ക് താല്പര്യമില്ല രാജീവ്. പിന്നെ എന്തിനാണ് ഞാൻ പഠിച്ച ഡോക്ടറായത്? ഭാര്യയായാലും സ്ത്രീ സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെ എന്റെ അഭിപ്രായം. എന്നിട്ടും രാജീവിന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അയാൾക്ക് ഇതുപോലൊരു വിഷൻ ഉണ്ടായിരുന്നില്ല യാമിനി. താൻ എന്തായിരിക്കണമെന്നൊരു രൂപം അയാൾക്കുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ യാമിനി പറഞ്ഞതുപോലെ എന്റെ നിഴലാവാനായിരിക്കും അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ അതുപോലും വ്യക്തമായിരുന്നില്ല. അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. നിങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടും ഈ പ്രേമത്തിന് കണ്ണില്ലെന്നൊക്കെ പറയുന്നത് തെറ്റായ യാമിനി. പ്രേമത്തിന് കണ്ണ് മാത്രമേ ഉള്ളൂ, തലച്ചോറോ മനസ്സോ ഒന്നുമില്ല. പുറമേ ഉള്ളതൊക്കെ കാണുന്നതേ ഉള്ളൂ കണ്ണ്. കണ്ടത് മനസ്സിലാക്കാനും വിലയിരുത്താനും തലച്ചോറും മനസ്സും ഒക്കെ വേണം. എന്തായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം? നിങ്ങൾ എന്തോന്ന് കണ്ടോണ്ട് നിൽക്കുക അവിടെ? അല്ല, അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആണും പെണ്ണും സ്വകാര്യമായി സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അയ്യേ, അതല്ല. ഒരുമാതിരി ബെഡ്റൂമിലൊക്കെ ഒളിഞ്ഞു നോക്കും പോലെ. ഛേ, ഞാൻ പോ, അടുക്കളയിൽ വല്ല ജോലി ഉണ്ടോ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജീവിന് എങ്ങനെയാ ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടോ? യാമിനിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയാ? കേട്ടോ വിജയലക്ഷ്മി അമ്മേ, നമ്മളൊക്കെ മണ്ടന്മാരും മണ്ടികളും ആയെന്നാ എനിക്ക് തോന്നുന്നത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെക്കാൾ കൂടുതൽ ധാരണയിലെത്തി ഇവർ രണ്ടാളും. അങ്ങനെ തന്നെയല്ലേ കരുണേട്ടാ വേണ്ടത്? അതെ അതെ അതെ. അപ്പോ അത്രയും ജോലി എളുപ്പമായി.
ഇനി ജാതകം കൊടുക്കലും പൊരുത്തം നോക്കലും കഴിഞ്ഞാ നമുക്ക് മുന്നോട്ട് പോവാലോ. ഓ ഓ അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അമ്മാവ. പത്തിലെട്ട് പൊരുത്തമായിട്ടൊരു കല്യാണം കഴിഞ്ഞതല്ലേ ഇതിനു മുന്നേ, എന്നിട്ടപ്പോ എന്തായി? ഓ ഓ അല്ല അതിപ്പോ നിക്കേ മോള് പറ. ഇക്കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായമാണ് പ്രധാനം. പറ മോളെ. രാജീവിന്റെ അഭിപ്രായം തന്നെയാ എനിക്കും. ഈശ്വര, വേണമെങ്കിൽ കല്യാണത്തിന് ഒരു മുഹൂർത്തം നോക്കാം. കാലം പോയൊരു പോക്കേ. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. കുട്ടികൾ എല്ലാ കാര്യത്തിലും ധാരണയിലെത്തിയെന്ന് മനസ്സിലായല്ലോ. ഒരുമിച്ച് താമസിക്കാൻ തിടുക്കമായിട്ടുണ്ടാവും. ഗീതേ, എന്റെ മോളെ ഞാനങ്ങ് കൊണ്ടുപോയിക്കോട്ടെ. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. പക്ഷേ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അമ്പലത്തിലിറങ്ങി രാജീവിനെ കൊണ്ട് ഇവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാനെന്ന് മാത്രം. അല്ല, പേരിനെങ്കിൽ നമുക്കൊരു നിശ്ചയം നടത്തണ്ടേ? അത് വേണം. അടുത്ത ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ച് ഒരു സദ്യ കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ പരാതിയാവും. കാരണവന്മാരുടെ 100 ചോദ്യത്തിന് മറുപടിയും പറയേണ്ടി വരും. കല്യാണത്തിന് അധികം ആർഭാടം വേണ്ടെന്ന് മാത്രം പറയരുത്. കരുണാകരൻ നായരുടെ മകളുടെ ജീവിതം കോഞ്ഞാട്ടായെന്ന് കരുതി സന്തോഷിക്കുന്ന കുറെ തെണ്ടുകൾ ഇവിടെ ഉണ്ട്. നാടടക്കം ക്ഷണിച്ച് അവരെയൊക്കെ വയറ് നിറച്ച് എനിക്ക് ഊട്ടിവിടണം. അതൊക്കെ കരുണേട്ടന്റെ ഇഷ്ടം. നിശ്ചയത്തിന് എന്തായാലും മുഹൂർത്തം നോക്കണം. അക്കാര്യം നമുക്ക് ഫോണിൽ സംസാരിച്ചാ പോരെ? മതി മതി മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ മനസ്സിലാക്കിയതുകൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം. ഇതെന്റെ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ശരിയെന്ന് എന്തെങ്കിലും നിനക്ക് മനസ്സിലാവും. നാളെ ഒരു സമയത്ത് നിനക്കത് മനസ്സിലാവണമെങ്കിൽ ഇന്ന് നീ ഞങ്ങളോടൊപ്പം നിൽക്കണം. അനിയത്തിയുടെ കണ്ണീരിന് മറുപടി പറയാനില്ലാത്തൊരു ഏട്ടന്റെ അപേക്ഷയാ. ഹലോ മോളെ. ചേച്ചി, എന്താ മോളെ, എന്താ പറ്റിയേ? നീ കാര്യം പറയ. നാളെ കഴിഞ്ഞ് എന്നെ ഒരു പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആരാ മോളെ? അനുപെണ്ണാണോ നിന്നോട് പറഞ്ഞ? ആതിരയ്ക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട്. വീട് ഇവിടെ അടുത്ത് തന്നെയാ. എന്റെ അകന്ന ഒരു ബന്ധത്തിലുള്ള പയ്യനാ. നിന്നെ കാണാൻ അവരോട് വരാൻ പറയാൻ പോവാ ഞാൻ. ഇതെന്റെ മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെയും കൂടി തീരുമാനം ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ഇനി എന്താ നടക്കാൻ പോകുന്നെന്ന്. എന്നോട് അനുവാദം പോലും ചോദിക്കാതെ അനുപെണ്ണിത് ഉറപ്പിക്കും, വിവാഹം നടത്തുകയും ചെയ്യും.
അതിനും നിന്റെ സമ്മതം വേണ്ടേ? നിന്റെ സമ്മതം ഇല്ലാതെ ആരും നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്ക. പെണ്ണ് കാണാൻ വരുന്നു എന്നല്ലേ ഉള്ളൂ, അതിന് നീ ഇത്രയും വിഷമിക്കണ്ട. പിന്നെ നീ സന്ദീപിനോട് ഇക്കാര്യം പറഞ്ഞോ? ഇല്ല. തൽക്കാലം അവനെ അറിയിക്കണ്ട. നിസ്സാര സംഭവമാണെങ്കിലും അവനറിഞ്ഞ വല്ലാതെ വിഷമാവും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്തായാലും എന്നെ സച്ചേനെ ഒന്നും അറിയിക്കാതെ അനുപേട്ടൻ തീരുമാനിച്ചതല്ലേ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞ ഭാവം കാണിക്കുന്നുമില്ല, അങ്ങോട്ട് വരുന്നുമില്ല. നീ അതോർത്ത് സങ്കടപ്പെടണ്ട. ഏതുവരെ പോവാൻ നോക്കട്ടെ. മറ്റൊരു വഴിയും കണ്ടില്ലെങ്കിൽ ചേച്ചി വേറെ ചിലവ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാൻ നിന്നെ. ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരാളുടെ സഹായം വേണം. സച്ചേനല്ലാതെ മറ്റൊരാൾക്ക് എന്നെ സഹായിക്കാനാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിയുടെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെ ചെയ്യൂ. നകുലിന്റെ നല്ല മനസ്സുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ. അതെ മഹി, നീ നകുലിനോട് മാപ്പ് പറയണം. ശരിയാ, വീട്ടിൽ വന്ന ആളെ അപമാനിച്ചതിന് മഹി മാപ്പ് പറയുക തന്നെ വേണം. അത് പിന്നെ എനിക്ക് ഒരു തെറ്റുപറ്റി. എന്നോട് വേണ്ട മഹി, ഒന്നും പറയണ്ട. ഗംഗയോടുള്ള സ്നേഹമാണ് മഹിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇതുപോലൊരു ഏട്ടനെ കിട്ടിയത് ഗംഗയുടെ ഭാഗ്യമാണെന്നേ ഞാൻ പറയും. എനിക്ക് മഹിയോട് ഒരു ദേഷ്യമില്ല, മറിച്ച് സ്നേഹം കൂടിയതേ ഉള്ളൂ. കണ്ടോ, ഇതാ എന്റെ മോൻ. അവൻ ആരെയും വേദനിപ്പിക്കാൻ അറിയില്ല. തന്നെ ദ്രോഹിക്കുന്നവരോട് പോലും ക്ഷമിക്കാനേ എന്റെ കുഞ്ഞിനറിയാവൂ. അതിന്റെയാ അവൻ ഈ അനുഭവിച്ചതല്ല. ലളിത വിഷമിക്കരുത്. മഹിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം. എന്തിനാ മുത്തശ്ശി? മഹിക്കൊരു തെറ്റുപറ്റിയതാ, അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. പിന്നെന്താ? ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ ചെറുപ്പക്കാരുണ്ടല്ലോ. എല്ലാം ഗംഗയുടെ ഭാഗ്യം. ഇനി നമ്മൾ എന്ത് ചെയ്യും? അറിയില്ല മോളെ. അപ്പോ ഗംഗ അയാളെ കല്യാണം കഴിക്കുവോ? മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഇല്ല, മഹി എന്നെ വെറുതെ പറ്റിക്കുക. അവരാരും നമ്മൾ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ശ്രമിച്ചില്ലേ? ഇനി ഒരു വഴിയും ഞാൻ കാണുന്നില്ല. പിന്നീട് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞല്ലോ, എന്നെ പറ്റിക്കുവാണോ? ഏയ് അല്ല മോളെ, നമ്മുടെ ഗംഗ ഒരു പാവല്ലേ. അവക്ക് ദോഷം വരുന്ന ഒന്നും അവളുടെ ശ്രീമഹേശ്വരൻ ചെയ്യില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പൊന്നുമോള് വിഷമിക്കല്ലേ.
ഉദ്ദേശത്തിനേക്കാൾ ഭംഗിയായിട്ട് നീ കാര്യങ്ങൾ ചെയ്തു നകുൽ. അതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു നകുൽ. ശ്രേയയുടെ പ്ലാൻ പോലെ ഞാൻ പ്രവർത്തിച്ചതേ ഉള്ളൂ. ബാക്കിയെല്ലാം ശ്രേയയുടെ കഴിവാ. ഇതുവരെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടന്ന സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. ഓക്കെ. അധിക നേരം നമുക്ക് നേർക്കുനേരം സംസാരിക്കണ്ട. ബൈ. ഓക്കെ, ബൈ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനായിട്ട് വന്ന രോഗിക്ക് ശിരോവസ്തി ഇന്ന് തന്നെ തുടങ്ങിക്കോളും. ലക്ഷ്മി ഇതിനെ കരഞ്ഞോണ്ട് പോകുന്നു. നീ അവളെ അങ്ങോട്ട് വിളിക്ക്. വേണ്ട മുത്തശ്ശ, അവള് കരയാനുള്ള കാരണം എനിക്കറിയാം. അവളുടെ സങ്കടം മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അത് ഈശ്വരന് പോലും പറ്റാത്ത കാര്യമാണ്. സങ്കടോ? എന്താ അത്? സ്വാതിയുടെ മുറച്ചെറുക്കന്റെ കല്യാണം എന്ന്. അവനും സ്വാതിയും തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാ. അവൻ ഇപ്പോഴും സ്വാതി ഓർത്താ ജീവിക്കുന്നത്. അവന്റെ കുടുംബവുമായി ശത്രുത ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ പെണ്ണിന്റെ കഴുത്തിലാ അവൻ താലി കെട്ടാൻ പോകുന്നത്. ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത തീർക്കാൻ രണ്ട് വീട്ടുകാരും കണ്ട പോംവഴിയാ ആ കല്യാണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാതിയെ പാതിയും ഗ്രസിച്ചിരിക്കുന്നത് പാപദോഷമാണ്. ആ വിവാഹത്തിന് മുൻപ് സ്വാതി നടത്തിക്കുമെന്ന് അമ്മ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അവൾ അഖണ്ഡജ്യോതി ശിരസിലേറ്റിയതൊക്കെ അതിനു വേണ്ടിയാ. അതിനായിരുന്നല്ലേ സ്വാതി എഴുന്നേപ്പിച്ച് നടത്താൻ വ്യഗ്രതപ്പെട്ട് അവൾ എന്റെ പിന്നാലെ നടന്നത്? അതേ മുത്തശ്ശ, ഇന്ന് ആ വിവാഹം നടന്ന രണ്ട് ദുരന്തങ്ങളാ സംഭവിക്കാൻ പോകുന്നത്. സ്വാതിയുടെ മുറച്ചെറുക്കാൻ ജീവനെടുക്കും. ലച്ചു വീണ്ടും ശിവക്കാട് കയറും. പരമശിവന് മുൻപിൽ പ്രാണത്യാഗം ചെയ്യാൻ. ഗോവിന്ദ, ഞാൻ പറഞ്ഞത് സത്യം മുത്തശ്ശ. ലക്ഷ്മി സ്വാതിയുടെ മുറച്ചെറുക്കിനൊരു വാക്ക് കൊടുത്തിരുന്നു. കതിർമണ്ഡപത്തിൽ മുഹൂർത്തത്തിന് മുൻപ് സ്വാതി എത്തിക്കുമെന്ന്. അവിടെയാ അവള് തോറ്റുപോയിരിക്കുന്നത്. ശിവ ശിവ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എപ്പോഴാ വിവാഹം? മുഹൂർത്തം അറിയാവോ ഇതിന്? സഞ്ജുവും മറ്റൊരു കുട്ടിയും തമ്മിലുള്ള വിവാഹത്തിന് മുഹൂർത്തം 12 മണിക്കാ. എന്നാൽ 12:30 മുഹൂർത്തമെന്ന് ശങ്കരശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ടത്രേ. എന്താ മുത്തശ്ശ ഇതിന്റെയൊക്കെ അർത്ഥം? ശങ്കരശാസ്ത്രികളുടെ പ്രവചനം പിഴയ്ക്കില്ല ഗോവിന്ദ. ദേവാസുര യുദ്ധമാ എന്റെ മനോമുഗ്രത്തിൽ തെളിയുന്നത്. അസുരശക്തി ജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടില്ല. സത്യം പലപ്പോഴും ഇരുൾമൂടി കാണപ്പെടുന്നു. എന്താ അത്? അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു നാൾ സൂര്യശോഭയോടെ ഉദിച്ചുയരുക തന്നെ ചെയ്യും. സ്വാതിക്ക് നടക്കാൻ കഴിയണ്ട മുത്തശ്ശ. ലക്ഷ്മി പ്രാണത്യാഗം ചെയ്ത നമ്മുടെ കുടുംബത്തിനേറ്റ ശാപമായിട്ടത് മാറും. അപ്പച്ചിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇനിയുള്ള തിരുനാടകം ദൈവത്തിന്റെയാ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ മുത്തശ്ശന് കഴിയില്ല ഗോവിന്ദ. ലച്ചുവിന്റെ കാര്യത്തിൽ നിന്റെ ഒരു ശ്രദ്ധ വേണം. വെറുതെ ദദ്രേത് മനയിലേക്ക് കയറി വന്നൊരു പെണ്ണല്ല ലച്ചു. അവളുടെ നിയോഗം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. നിന്റെ ഒരു കണ്ണ് ഈ ഒരു ദിവസം അവളിൽ ഉണ്ടാവണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്ന് നിന്റെ വിവാഹം മോനെ. നിനക്ക് വേണ്ടി അമ്മ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും കഴിച്ചു വന്നത്. ഓർമ്മ വെച്ച നാളെ മുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാ പ്രാർത്ഥനകളും വഴിപാടുകളും. അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുള്ളതായി എന്റെ അറിവിലില്ല. വേദനകളും ദുരനുഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും പതിവുകൾക്ക് മാത്രം ഒരു മുടക്കവുമില്ല.
പറയല്ലേ മോനെ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മ പറയുന്ന പൊട്ടത്തരം വിശ്വസിച്ച് തലയാടണോ? അതാണ് എന്റെ വിധിയെന്ന് കരുതണം. താലി കെട്ടിയ പുരുഷൻ 9 വർഷം തികയുന്നതിന് മുൻപേ പോയിട്ടും അമ്മ അത് ദൈവവിധിയിൽ കൊണ്ടുവച്ച് ആശ്വസിച്ചു. എനിക്കാണ് എന്റെ അച്ഛൻ ഇല്ലാതായി പോയത്. ഇന്നിതാ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന നിഷ്കളങ്കയായിരുന്ന ഒരു പെൺകുട്ടി 2 കാലുകളും തളർന്നു കിടക്കുന്നു. അവളുടെ മാത്രമല്ല, എന്റെ സ്വപ്നങ്ങളും കൂടിയാ തകർന്നു പോയത്. പഴി പറഞ്ഞു നിർത്താൻ ദൈവം ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ അത് സ്വാതിയുടെ വിധിയെന്ന് പറഞ്ഞ് അതിൽ കൊണ്ട് ചാരിവെച്ചു. മനുഷ്യനൊരു മനസ്സുണ്ടെന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. വേണ്ട സഞ്ജു, നീ ദൈവത്തെ തള്ളി പറയരുത്. ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അവൻ പറയട്ടെ കാവേരി. എന്റെ മോനോട് ഒരൊറ്റ കരുണ കാണിക്കാൻ ദൈവത്തിനും കഴിയുന്നില്ല. അതിന് കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവശിക്ഷ ഉണ്ടാവില്ല. ശ്രീദേവിയെടുത്ത് ആ പറഞ്ഞ കാരണവും ദൈവശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? എന്നെയും കൂട്ടി ശ്രീദേവിയെടുത്തി ശാസ്ത്രികളെ കാണാൻ പോയിരുന്നു. നീ അമ്മുന്റെ കഴുത്തിൽ കെട്ടിയ താലിയെ പറ്റി ശാസ്ത്രികൾ പറയുകയുണ്ടായി. സഞ്ജു ആദ്യം കെട്ടിയ താലി ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. അത് അമ്മു ആണെന്ന് ഊഹിക്കാൻ പോലും ശ്രീദേവിയെടുത്തേക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുകൂടി ശാസ്ത്രികൾ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ സാന്നിധ്യം കതിർമണ്ഡപത്തിൽ ഉണ്ടാവുമെന്ന്. എന്നുവെച്ചാ മുഹൂർത്തത്തിന് അമ്മു കതിർമണ്ഡപത്തിൽ എത്തുമെന്ന്. അത് കേട്ടത് മുതൽ ശ്രീദേവിയടത്തേക്കുണ്ടായ ഉത്കണ്ഠയും പരിഭ്രമവും കൂടിക്കൂടി വരികയാ. നമ്മളെ സംബന്ധിച്ച് അത് ആശ്വാസമല്ലേ? അമ്മു വന്നാ കൂടെ ശ്രീകുട്ടിയും കാണില്ലേ? അതല്ലേ അവൾ നിനക്ക് തന്ന വാക്ക്? ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അപ്പച്ചി? അമ്മ എടുത്ത ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രികൾക്ക് എന്തെങ്കിലും അറിയോ? അതറിയാതെയല്ലേ നീ താലികെട്ടിയ പെണ്ണ് കതിർമണ്ഡപത്തിലെത്തുമെന്ന് ശാസ്ത്രികൾ പറഞ്ഞത്. അമ്മു വരും മോനെ, അവളെ തടയാൻ ആർക്കും കഴിയില്ല. അവളുടെ ശരീരത്തിൽ ജീവന്റെ തുടുപ്പുണ്ടെങ്കിൽ അമ്മു വന്നിരിക്കും. അവളെ നീ വിശ്വസിക്ക്. നീ പോയി കുളിച്ച് ഫ്രഷ് ആവ്. ഇത് നിന്റെ സ്വാതിയുടെയും ദിവസം. ഇന്ന് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹ. അപ്പച്ചി ചെല്ല്, ഞാൻ വന്നോളാം. ലച്ചു ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഈ വാക്കുകളൊന്നും എന്റെ ഉള്ളിലെ തീകെടുത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാൽ, എന്തു പറ്റി? എന്താ നീ തിരികെ വന്നത്? എന്താടാ ചോദിച്ചത് കേട്ടില്ലേ? ഫ്ലൈറ്റ് മിസ്സായോ? ഫ്ലൈറ്റ് മിസ്സായി അടുത്ത ഫ്ലൈറ്റിൽ പോവാലോ. എടാ നീ എന്താ ഒന്നും മിണ്ടാത്തത്? വിശാൽ സർ, എന്തു പറ്റി? എന്താ പെട്ടെന്ന് തിരികെ പോന്നേ? തിരികെ പോകുന്നതിന് ഒരു കാരണമുണ്ട്. മീറ്റിംഗ് ക്യാൻസലായി കാണും അല്ലേ? ആണോടാ? മീറ്റിംഗ് ക്യാൻസൽ ആയോ? അങ്ങനെ വല്ല ഇൻഫർമേഷനും വന്നോ? പറയാം. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. നീയും പാസ്പോർട്ട് മറന്നു വെച്ചായിരുന്നു? ഏയ്, ഇത് അതൊന്നുമല്ല. പിന്നെ നാളെ ഇവിടെ ഒരു വിശേഷമുണ്ട്. വിശേഷോ? എന്ത് വിശേഷം? അത് കൊള്ളാലോ. ഞങ്ങൾ അറിയാത്ത എന്ത് വിശേഷമാണ് നാളെ ഇവിടെ ഉള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം. പക്ഷേ നിങ്ങളത് മറന്നുപോയതാ. എനിക്കും അറിയാമോ? നീ അത് എങ്ങനെ മറക്കും? വേറെ ആരും മറന്നാലും നീയേ അത് മറക്കാൻ പാടില്ലാത്തത്.
വിശേഷം? എന്റെ പൊന്ന് പാർവതി, നാളെ നമ്മുടെ വിവാഹ വാർഷിക. ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ട് നാളേക്ക് 1 വർഷം ആവാൻ പോവുക. അഡ്വാൻസ് വിഷസ്. നീ ഈ വിശേഷം ആഘോഷിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? അതെ അമ്മേ, ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികല്ലേ. ആ ദിവസം ഞാൻ പാർവതിയുടെ കൂടെ ഉണ്ടാവണ്ടേ. അതുകൊണ്ടാ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നത്. നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? ഇതാണോ വലുത്? വിവാഹ വാർഷികം ആഘോഷിക്കുന്നതാണോ ഏറ്റവും വലിയ കാര്യം? അതമ്മേ, ഞാൻ ഏത് 200 കോടി രൂപയുടെ പ്രോജക്ടിന്റെ ഡിസ്കഷനാണ് സിംഗപ്പൂരിൽ നടക്കുന്നത്. അത്രയും വലിയൊരു പ്രോജക്റ്റാ വിവാഹ വാർഷികത്തിന്റെ പേരും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത്. അവിടെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ക്ലയൻസിനോട് നീ എന്ത് മറുപടി പറയും? അമ്മേ, ഇപ്പൊ എനിക്ക് വലുത് ഞങ്ങളുടെ വിവാഹ വാർഷികം. എന്റെ പാർവതിയെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇല്ല, എന്റെ വിശാൽ സാറ് അങ്ങനെ ഒന്നും മാറില്ല. വിശാൽ സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ മാത്രം. അപ്പച്ചിയുടെ ഭർത്താവല്ല എന്റെ ഭർത്താവ്. നമുക്ക് കാണാം. ഇതുപോലെ ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണുങ്ങളെ അവരുടെ ഭർത്താക്കന്മാരെ ചതിച്ചിട്ടുണ്ട്. അപ്പച്ചി വേണ്ട കേട്ടോ. വിശാൽ സാറിനെ കുറിച്ച് വെറുതെ പോലും ഇത്തരം വർത്തമാനങ്ങൾ വേണ്ട. എനിക്കത് താങ്ങാൻ കഴിയില്ല. ഇല്ല, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ നിന്നെ കറിവേപ്പില പോലെ ഇവിടുന്ന് വലിച്ചെറിയുന്ന ഒരു ദിവസം വിദൂരമല്ലെന്ന് നീ ഓർത്തു? എന്തൊക്കെയാ നമ്മളിവിടെ കാണുന്നേ? വൈശാലി ഋഷശൃംഗന്റെ മനസ്സിളക്കിയതുപോലെ ആ പാർവതി വിശാലിന്റെ മനസ്സ് അടപടല ഇളക്കി. അവളെ കണ്ട ഛർദിയായിരുന്ന അവനിപ്പോ അവള് മതി. അവളെ പിരിഞ്ഞ് അവൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയിലായി വിശാല്. അതുകൊണ്ടാ 200 കോടിയുടെ സിംഗപ്പൂർ പ്രോജക്ട് വേണ്ടെന്ന് വെച്ചിട്ട് അവൻ തിരികെ അവളുടെ അടുത്തേക്ക് വന്നത്. വിശദീകരിക്കേണ്ട പ്രതാപ, ഞാനും മനസ്സിലാക്കുന്നുണ്ടെല്ലാം. ചേച്ചി, വിശാലിന് എങ്ങനെ ഈ മാറ്റം ഉണ്ടായത്? അതിനുവേണ്ടി എന്ത് കൂടോത്രം അവൾ ചെയ്തേ? അങ്ങനെ ചില വശീകരണ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പലയിടത്തും നടത്തി കൊടുക്കുന്നുണ്ട്. ചെയ്യേണ്ട രീതിയിൽ ചെയ്ത ആ പ്രയോഗങ്ങളേക്കും. പാർവതി ചിലപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും വിദ്യയായിരിക്കും പ്രയോഗിച്ചിട്ടുണ്ടാവുക. അത് ഏറ്റതുകൊണ്ടായിരിക്കും ചേച്ചി കൈവെള്ളി വെച്ച് സ്നേഹിച്ച വിശാല് ഇപ്പൊ അവളുടെ സാരിത്തുമ്പത്തായത്. അവൾ എന്ത് തന്ത്രമോ മന്ത്രമോ ഒടിവിദ്യയോ പ്രയോഗിക്കട്ടെ, പക്ഷേ അതിനൊന്നും അധിക നാള് ശക്തി ഉണ്ടാവില്ല. അതെത്ര വലിയ ശക്തിയാണെങ്കിലും അതിനെ നമ്മൾ കെടുത്തും പ്രതാപ. ഇപ്പൊ വിശാലിന്റെ കണ്ണിൽ ഇരുട്ടാണ്, പാർവതി തീർത്ത ഇരുട്ട്. അത് മാറ്റിയെടുക്കാം. വിശാലും പാർവതി ഇത്ര അടുത്ത സ്ഥിതിക്ക് നമുക്കതിന് പറ്റുകയും ചെയ്യും. എന്തു പറ്റി പ്രതാപ? നിന്റെ വീറും വാശിയൊക്കെ കെട്ടു തുടങ്ങിയോ? എടാ, അസാധ്യം എന്നൊരു വാക്ക് പ്രഭാവതിക്ക് മുന്നിലില്ല. അത് നിനക്കറിയാവല്ലോ. ആഗ്രഹിച്ചതെന്തും വെട്ടിപ്പിടിക്കുന്നതാണ് ശീലം. ഇവിടുത്തെ ഈ സ്വത്തുക്കളും സമ്പത്തും ഞാൻ ആഗ്രഹിച്ചു പോയി. ഇനി ഇതെല്ലാം നേടാതെ ഞാൻ അടങ്ങില്ല. അതിനിടയിൽ എന്ത് തടസ്സമുണ്ടായാലും ഞാനതൊക്കെ എന്ത് വില കൊടുത്തും തുടച്ചു മാറ്റും.
അതിൽ നിനക്ക് സംശയമുണ്ടോ? അത് അതില്ല. പിന്നെ എന്തിനാ നിനക്ക് അനാവശ്യമായൊരു ടെൻഷൻ? എടാ, അവനും അവളും സ്നേഹിച്ചോട്ടെ, പരമാവധി സ്നേഹിച്ചോട്ടെ. പക്ഷേ ഇത് അണയാൻ പോകുന്ന തീയാണ്. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. അത്രയുള്ളൂ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ, ഇപ്പൊ പുറത്തു പോയില്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. ഓ, അപ്പോ കാര്യങ്ങൾ അതുവരെ എത്തി. ശരി, നിനക്ക് ഒരു മോളുണ്ടല്ലോ, ശ്രീകുട്ടി. അവളെ ചിലപ്പോ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും. അധികം വൈകത്തൊന്നുമില്ല അങ്ങനെ സംഭവിക്കാൻ. നീ നോക്കിക്കൂ. സർ, അഖി, എന്താണ്? അല്ല, ഞാനങ്ങോട്ട് മാറി നിൽക്കട്ടെ. പച്ചക്കറി ആക്കി വിറ്റോളൂ. അയ്യോ, ശ്യാം ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ച പിന്നെ അതനുസരിക്കുന്ന തന്നെയാ നല്ലത്. അഖി, എന്താ എടുത്തി? അഖി പ്ലീസ്, എന്നെ ഒന്ന് രക്ഷിക്കണം. ആ വരുന്നത് എന്റെ കൂട്ടുകാരിയാ. ഞാൻ ഒന്നങ്ങോട്ട് മാറി നിൽക്കട്ടെ. ഏയ്, അത് പറ്റില്ല. ഒരു കിലോ ആപ്പിൾ. അല്ല ഐശ്വര്യ, നീ ഇവിടെ? ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാ. ആ, ഈ ഇരിക്കുന്ന ശ്യാമയും ഞാനും ഇതിന്റെ ഓണേഴ്സ്. ആ, ശ്യാമ, ആപ്പിൾ കിലോ എത്രയാ? 200 രൂപ. ആ ചേച്ചി, കൃത്യമായിട്ട് തൂക്കി കൊടുക്കണേ. അയ്യേ, എന്താ ഐശ്വര്യ ഇതൊക്കെ? അല്ല സൗമ്യ, ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ. അതെ, സംസാരിച്ച് നീ ഇങ്ങനെ സമയം കളയണ്ട. പെട്ടെന്ന് ജോലി ചെയ്യ്. ഭക്ഷണം കഴിച്ചിട്ട് ചാലിൽ പോയേ തക്കാളി 2 ചാക്ക് എടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി.
ആ ശ്യാമ, അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് തൊലഞ്ഞു പോയിന്ന് കരുതിയതാ. വീണ്ടും ഒരു കാർമേഘം പോലെ കേറി വന്നിരിക്കുന്നു. അവളുടെ ഒരു പ്രസന്റേഷൻ. ഞാൻ പറയുന്ന വല്ലതും അരുൺ കേൾക്കുന്നുണ്ടോ? നീ കുറെ നേരമായിട്ട് ഇതേനല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? എത്ര പറഞ്ഞിട്ടും എനിക്ക് അനുകൂലമായിട്ട് അരുൺ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവളെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നാടകമായിരുന്നു അവിടെ നടന്നേന്ന. ആദ്യം ക്ലയൻസ് വരുന്നു, ഞാൻ പ്രസന്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല, എന്നെ കൊണ്ട് ശ്യാമയുടെ കാല് പിടിപ്പിക്കുന്നു. പച്ചക്കറിക്കടയില് അവളുടെ ഒരു ജാട കാണണമായിരുന്നു. പിന്നെ അവസാനം അവളുടെ ഒരു മാസ് എൻട്രിയും. ഒടുവിൽ എല്ലാരെയും രോമാഞ്ച പുളകിതരാക്കുന്ന പ്രസന്റേഷനും. ക്ലയൻസിന് ഇഷ്ടപ്പെടുന്നു, കയ്യടി, വിസിലടി, ഒക്കെ നാടകമാ. എന്നെ തോൽപ്പിച്ച് ശ്യാമയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. ആ ക്ലയൻസേ അവരെ ദിവസക്കൂലിക്കെടുത്ത വല്ല നാടകക്കാരോ മറ്റോ ആയിരിക്കും. നല്ല അഭിനയമായിരുന്നു. ഐശ്വര്യ, ദയവ് ചെയ്ത് നീ ഇതൊന്ന് നിർത്തോ. കേട്ട് കേട്ട് എന്റെ തല പെരുക്കുന്നു. പെരുക്കും, തല പെരുക്കും. എന്റെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കുമ്പോ പണ്ടേ അരുൺ ഇങ്ങനെയായിരുന്നല്ലോ. ഇന്ന് ഓഫീസില് ആദ്യ അവസാനം ഒന്നിരിക്കാൻ പോലും അരുൺ ക്ഷമ കാണിച്ചില്ല. അരുൺ അറിയായിരുന്നല്ലോ ഇന്നിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പ്ലീസ് ഐശ്വര്യ, ദയവ് ചെയ്ത് നീ ഒന്ന് വെറുതെ ഇരിക്കൂ. എനിക്കൊരല്പം സ്വസ്ഥത. എന്റെ സ്വസ്ഥത ഇല്ലാതാക്കിയിട്ട് ബാക്കിയുള്ളവർ അങ്ങനെ സമാധാനിക്കണ്ട. അവളിനി എന്റെ ജീവിതത്തിലേക്ക് വരില്ലെന്നാ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, അവളൊരു ധൂമകേതുവാ. എന്റെ നാശം അവളുടെ ലക്ഷ്യം. പക്ഷെ അവള് മനസ്സിൽ കാണുന്നത് നടക്കാൻ പോകുന്നില്ല. അവരുടെ എന്താ ആലോചിച്ച നിൽക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? അരുൺ മനസ്സുകൊണ്ട് വേറെ എവിടെയോ. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. ആദ്യം കരുതി ഈ വീട്ടിലെ ഓരോ സംഭവങ്ങളുടെ വിഷമമാണെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അരുണിന്റെ മനസ്സിൽ ആരോ കടന്നുകൂടിയിട്ടുണ്ട്. കണ്ടോ? ഞെട്ടിയത് കണ്ടോ? എന്ത് ചേട്ടന്? നീ വെറുതെ ഓരോന്ന് സങ്കല്പിച്ചെടുത്തിട്ട് അതിനൊക്കെ ഞാൻ ഉത്തരം പറയണമെന്ന് വെച്ചാ? എന്റെ സംശയത്തിനെ ശക്തി കൂടിക്കൂടി വരിക. അരുണിന്റെ ഒരു ലോകം ഉണ്ടാക്കി അതിലങ്ങ് അടച്ചുപൂട്ടിയിരിക്കുക. എനിക്ക് മനസ്സ് തുറക്കാൻ ആരുമില്ല. അരുണിന്റെ രീതികളിലെ മാറ്റം എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് കുഴപ്പം വരുന്ന എന്തെങ്കിലും കാര്യമാണ് ചിന്തിച്ചു കൂട്ടുന്നതെങ്കിൽ ഞാൻ ഈ വീടങ്ങ് തകർക്കും. അതുറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കുട്ടിയുടെ ജീവിതം തകർക്കാനൊരുങ്ങി അവനെ എന്റെ കൈയെ കിട്ടിയിരുന്നെങ്കിൽ അവനെ... ചേച്ചി പ്ലീസ്. അവിടെ ആ ഹോട്ടലിൽ എന്തൊക്കെ നടന്നു നമുക്ക് ഇപ്പോഴും അറിയില്ല. ഒരു വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാ ചേച്ചി എങ്ങനെ മുരളിച്ചേട്ടനെ കുറ്റപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞ കുഞ്ഞേച്ചിയെ സഹായിക്കുന്നതല്ലാതെ കുഞ്ഞേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും മുരളിച്ചേട്ടൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ വിശ്വസിക്കണ്ട. ബോധമില്ലാതെ മയങ്ങിക്കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തില് താലി കെട്ടുന്നതാണോ ഈ സഹായം? ഒരവസരം കിട്ടിയപ്പോ അവനത് മുതലെടുത്തു എന്നല്ലാതെ അതിന് വേറെ എന്താ പറയേണ്ടത്? അവളൊരു വക്കാലത്ത് പറയാൻ വന്നിരിക്കുന്നു. ചേച്ചിക്ക് അങ്ങനെ പറയാം, പക്ഷെ ഞാൻ എങ്ങനെ വിശ്വസിക്കില്ല. അങ്ങനെ അവസരം മുതലെടുക്കുന്ന ഒരാളല്ല മുരളിച്ചേട്ടൻ. ചേട്ടന്റെ കുഞ്ഞേച്ചി ജീവനായിരുന്നു. കുഞ്ഞേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് ഒത്തുനിന്നതല്ലാതെ ചേച്ചിക്ക് ദോഷം വരുന്നതൊന്നും മുരളിച്ചേട്ടൻ ചെയ്തിട്ടില്ല. ചേച്ചിക്ക് അറിയാലോ, സ്ഥലവും സന്ദർഭവും ആളും ഒന്നും നോക്കാതെ എവിടെ ചെന്ന് വഴക്കുണ്ടാക്കുന്ന സ്വഭാവമാ കുഞ്ഞേച്ചിയുടെ. അങ്ങനെ സംസാരിച്ച് കുഴപ്പത്തിൽപ്പെട്ട എത്ര സ്ഥലങ്ങളിൽ നിന്നാ മുരളിച്ചേട്ടൻ ചേച്ചി രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ആ സൂപ്പർ മാർക്കറ്റിലെ സുനിലിന്റെ സംഭവം വെറും ഒരു ഉദാഹരണം മാത്രം. എനിക്ക് തീർച്ചയുണ്ട് വലിയേച്ചി,
എന്തെങ്കിലും വ്യക്തമായ കാരണം ഇല്ലാതെ മുരളിച്ചേട്ടൻ കുഞ്ഞേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടില്ല. അതെനിക്ക് ഉറപ്പാ. അതെ, അന്ന് അവിടെ നടന്നതിനെ കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല അഞ്ജലി നമുക്ക്. മുരളി കഴിഞ്ഞാ പിന്നെ അവിടെ നടന്ന കാര്യം അറിയാവുന്ന മറ്റൊരാള് സോഫിയയാ. സോഫിയല്ലേ ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞതും ഇന്നലെ രാവിലെ തന്നെ ആരതി ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയതും? ആര്യ, നീ ആ സോഫിയെ വിളിച്ച് കാര്യങ്ങൾ എന്താന്ന് ചോദിക്ക്. അപ്പൊ അറിയാലോ എന്താ സംഭവിച്ചെന്ന്. ഇന്നലെ തൊട്ട് ഞാൻ സോഫിയെ വിളിക്കാണ് സീതമ്മേ, കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണ് ഫോൺ. എന്ന് പറഞ്ഞാ അവളും കൂടെ ചേർന്നിട്ട് എന്റെ കുട്ടിയെ ചതിക്കാൻ കെണിയൊരുക്കിയെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് വല്യേച്ചി. നമ്മളത് അന്വേഷിക്കണമെന്നാ എന്റെ ഒരു അഭിപ്രായം. വേണ്ട വേണ്ട, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതെല്ലാം നമുക്ക് വഴി അന്വേഷിക്കാം. വേറൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് എന്താന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ആരതിക്ക് മുരളിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ? അഞ്ജലിക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല സീതമ്മേ. അവർ തമ്മിൽ സംസാരിക്കുന്നത് പോലും ഞാൻ നേരെ ചൊവ്വയെ കണ്ടിട്ടില്ല. സാരിയുടെ കഥയും രക്ഷിച്ച കഥയും ഒക്കെ ആര്യ പറയുമ്പോഴാ ഞാൻ അറിയുന്നത് തന്നെ. മുരളിച്ചേട്ടന് കുഞ്ഞേച്ചിയെ വലിയ ഇഷ്ടാ സീതമ്മേ. കുഞ്ഞേച്ചിക്ക് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ മുരളിച്ചേട്ടന് വലിയ പഠിപ്പില്ലാത്തതും ഓട്ടോക്കാരനാണെന്നതും ഒക്കെ ഒരു കുറവായിട്ടാ കുഞ്ഞേച്ചി കാണുന്നത്. അതിന്റെ ഒരു വെപ്രാളോ ഇപ്പോഴീ കാണിക്കുന്നതല്ല. ഓ, അതിപ്പോ എന്ത് വെപ്രാളം കാണിച്ചാലും ഒരു കാര്യവുമില്ല. ഇന്നാർക്കിന്നാരെന്ന് ദൈവം എഴുതി വെച്ചിട്ടുണ്ടെന്ന പറച്ചില് കേട്ടിട്ടില്ലേ? വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് ആരതിക്കും മുരളിക്കും ഒരു വിവാഹ ജീവിതം ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. ഈ രഹസ്യ താലികെട്ടൽ അതിന്റെ ഒരു അടയാളമായിട്ട് മാത്രം കണ്ടാ മതി. നീ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.